മീൻ വെട്ടാൻ പോവാ. സ്രാവ് എൻ്റെ ഏറ്റവും അനിയത്തി എറണാകുളത്തുനിന്ന് സ്രാവ്, പച്ച സ്രാവ് മീൻ എനിക്ക് തന്നു വിട്ടു. ഇഷ്ടംപോലെ മീൻ തന്നു വിട്ടിട്ടുണ്ട്. ചെമ്മീൻ, സ്രാവ്, പൂത്താലി, ഇങ്ങനെ വിശറി പോലെ ഇരിക്കുന്ന, ആഗോലി പോലെ ഇരിക്കുന്ന മീൻ, അയല, പിന്നെ ബീഫ്, പന്നി എല്ലാം തന്നു വിട്ടു. അത്രയല്ലേ ഉള്ളൂ. ഇഷ്ടം പോലെ സാധനം, ഫ്രീസർ നിറച്ച് സാധനം. അതെല്ലാം കൂടെ ഫ്രീസറിൽ കയറുമെന്ന് പേടിയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ട്രെയിനിൽ ഇരുന്ന് വന്നേ. അവളത് തന്നപ്പം എനിക്ക് ഒരു വെപ്രാളമായിരുന്നു. ദൈവമേ, ഇതെല്ലാം ഇങ്ങനെ ഫ്രീസറിൽ കയറ്റി ഇവിടെ വന്നു കഴിയുമ്പോൾ ഉറങ്ങാതെ ഞാൻ മുഴുവൻ വെട്ടി വേണ്ടേ എല്ലാം കയറ്റാൻ. അല്ലെങ്കിൽ ഒന്നും വെട്ടാത്താണ്. അപ്പോൾ അല്ലെങ്കിൽ ഫ്രീസറിന് ഇടയില്ലല്ലോ, ഉറങ്ങാൻ പറ്റുമല്ലായിരിക്കല്ലേ എന്നൊക്കെ ഓർത്ത് ട്രെയിനിൽ കിടന്ന് 2 മണിക്കൂർ ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടത് ഓരോന്നോരോന്നായിട്ട് കയറ്റി. ഇത്രയേ ഉള്ളൂ ഫ്രീസറിനകത്ത്. നല്ല ശരിക്കെല്ലാം ഇരുന്നു, നല്ലതായിട്ടിരുന്നു. പിന്നെ ഇപ്പം എന്താ സ്രാവ് എടുത്തു. അപ്പം അത് ഒന്ന് റെഡിയാക്കാം. ബീഫുണ്ട്. ബീഫ് അങ്ങനെ എന്നും എടുത്തങ്ങ് പിന്നെ കൂട്ടേണ്ട ഒരു സുഖമില്ലല്ലോ. കൊച്ചിന് വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇച്ചിരി ചൂടാക്കി കൊടുക്കുക, വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ. പിന്നെ എനിക്ക് മീനിനോടല്ലേ താല്പര്യം. അപ്പോൾ കുറച്ച് കറി വെക്കാം. സ്രാവ് വറുത്താക്കൊള്ളുമോ എന്ന് എനിക്കറിയത്തില്ല. അവിടെയൊക്കെ ചെറുപ്പത്തിൽ കറി വെച്ച കൂട്ടിയിട്ടുള്ള. നോക്കട്ടെ, കറി വെക്കാം. അവനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കാം. നല്ല സ്രാവ് ശരീരത്തിന് നല്ല, ഭയങ്കര നല്ല. അപ്പം അത് ചെയ്യട്ടെ കേട്ടോ. രാവിലെ ദോശയും ചമ്മന്തി, വെള്ള ചമ്മന്തിയും കഴിച്ചു. ഇത് കണ്ടോ മക്കളെ, അടിപൊളി. കറക്റ്റ് ഉപ്പും കറക്റ്റ് പുളി, കറക്റ്റ് എരിവും. എന്നാ പച്ച മീനാണെന്നറിയാവോ? ഇതാ ഞാൻ ഓഫ് ചെയ്യാൻ പോവാ. സ്രാവിനൊരു നല്ല നെയ്യൊക്കെ ഉള്ളതാ. അതൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നതുണ്ടോ? അടിപൊളി. ഉണക്കപ്പോൾ വെള്ളത്തിൽ ഇടുവാണെങ്കിൽ വേവിക്കാം. ചീനിക്കിഴങ്ങുണ്ട്. ചീനിക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങട്ടെ. അയ്യോ, ഇന്നലെ എന്നെ ഹസ്ബൻഡ് ഓർപ്പിച്ചതാ. ചീനിക്കിഴങ്ങ് പുഴുങ്ങാൻ മേലെ, മീൻകറി വെക്കാൻ മേലെ. ഇന്നലെ ഒന്നും എനിക്ക് വെട്ടാൻ മൂടില്ലായിരുന്നു. പിന്നെ അനീത്തയുടെ അടുത്തുനിന്ന് വന്നിട്ട് സങ്കടങ്ങളായിരുന്നു. അപ്പം നാട്ടിൽ പോയ ഒരാഴ്ചത്തേക്ക് സങ്കടം. പിന്നെ പെട്ടെന്ന് സങ്കടമൊക്കെ അങ്ങ് മാറ്റിയെടുത്ത്. ഇന്നലെ പക്ഷെ മൊത്തം അതിൻ്റെ ഒരു ഇതിലായിരുന്നു. ഒരു പണിയും നടന്നില്ല. ചോറ് മാത്രം വെച്ചു. പുളിശ്ശേരിയും ഉണ്ടാക്കി. പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പുളിശ്ശേരി ഉണ്ടായിരുന്നു, ഫ്രീസറിൽ വെച്ചിട്ടാണ് പോയത്. അത് പിന്നെ എന്താ പറയുക, പപ്പടവും പിന്നെ നമ്മൾ ബീഫ് കൊണ്ടുവന്നത് ഒലത്തി അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോയി. രാവിലെ ചപ്പാത്തി പെട്ടെന്നുണ്ടാക്കി ബീഫും ഒക്കെ കഴിച്ചു. അങ്ങനെയായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് പിന്നെ ഞാൻ ഓർത്തി ഇന്നും കൂടെ സ്രാവൊക്കെ വെട്ടിയില്ലെന്നറിയുമ്പോൾ എൻ്റെ അനിയത്തിയോട് ചെയ്യുന്നൊരു ഒരു ഇതല്ലേ. ആ കൊച്ചത് തന്നു വിട്ടിട്ട് നമ്മളത് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വെക്കണ്ടേ. തന്നെയല്ല ഹസ്ബൻഡും വഴക്ക് പറയും. അതുകൊണ്ട് ഇന്ന് സങ്കടപ്പെട്ടൊന്നും ഇരുന്നില്ല. സടകുടഞ്ഞ് എഴുന്നേറ്റു. എനിക്ക് കോട്ടയത്ത് അപ്പൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് വരുന്നതിലും സങ്കടം അനീറ്റയുടെ അടുത്തുനിന്ന് വരുന്നു. ഒന്നാമത് അവിടുത്തെ പിള്ളേർ 3 എന്നെ നല്ലൊരു പിള്ളേരാണ്. അതുങ്ങളുടെ സ്നേഹവും. കൊച്ചിയർക്കിന് ഭയങ്കര സങ്കടമാണ്. അന്നേരം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. മീൻ കറി വെച്ച്, നല്ല സ്രാവ് മീൻ കറി വെച്ച്, നല്ല പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുവോ? എല്ലാവരും ചോറെടുക്കും. സുഖമായിട്ട് മീനും കൂട്ടി പുളിശ്ശേരിയും കൂട്ടി നല്ല സുഖമായിട്ട് കഴിക്കും. നടുന്നുറുക്ക് തന്നെ എടുക്കാൻ വരണം.
വേറെ ഉണ്ട്, അതുകൊണ്ട് മോന് നടുനുറുക്ക് കൊടുക്കാനുണ്ട്. ആയിക്കൂടെ വെള്ളം വരുന്നത്. ഫ്രഷ് മീൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക മണമില്ലേ. ചെരിച്ച് മൂടി വെക്കാം. അടുത്തത് ചട്ടിക്കകത്ത് കാച്ചിയ, കാണാമോ? ഇല്ല, എനിക്ക് കാണത്തില്ല. ചട്ടിക്കകത്ത് കാച്ചിയ മോര്, ആരണ്ണ മീൻകറിയും മീൻ വറുത്തതും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ഇത്രയും സാധനം കൂട്ടി ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ മോരും മീൻ്റെ ചാറും ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ട് സ്രാവ് മീൻ ഇങ്ങനെ നുള്ളി എടുത്ത് ഇങ്ങോട്ട് വെച്ച് ചോറതിൻ്റെ പുറത്ത് വെച്ച് കൈയൊക്കെ കഴിയായിരുന്നു കേട്ടോ. ചവച്ചിറക്കിയിട്ട് പറയാം. ആരോ വിളിക്കുന്നു, തടസ്സം. കാസർഗോഡുള്ള ഒരു ഇക്കയാണ്. ഞങ്ങളുടെ മാർക്കറ്റിൽ, ഇവിടെ മംഗലാപുരം മാർക്കറ്റിൽ മാങ്ങ കച്ചവടം ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം ചെന്നപ്പം അച്ചാറിട്ട് കൊടുക്കാൻ മാങ്ങ വാങ്ങിക്കാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞായിരുന്നു കണ്ണിമാങ്ങ ഇവിടെ കിട്ടുമോ കർണാടകത്തിൽ, എനിക്ക് കുറച്ച് വേണമായിരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ കോട്ടയംകാരാ. നാട്ടിൽ ഇനിയിപ്പോൾ എനിക്ക് ഉടനെ പോകാനൊക്കത്തില്ല, അപ്പോൾ എനിക്കിപ്പോൾ സീസണല്ലേ, മാങ്ങ വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ വരും, ഞാൻ വിളിക്കാമെന്ന്. പുള്ളി എന്നിട്ട് വിളിച്ചുമില്ല, ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ പിന്നെ എറണാകുളത്ത് അങ്ങ് പോയി. അപ്പം ഇന്നലെ വന്നപ്പം ഞാൻ പിന്നെ വന്നിട്ട് വിളിച്ചില്ല. ഇന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ പറഞ്ഞു മാങ്ങ വന്നു, മുഴുവൻ തീർന്നു, ഇന്ന് വരും, വീണ്ടും വരും, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരം മോനുമായിട്ട് ഞാൻ വന്ന് അവൻ കോളേജിൽ നിന്ന് വരുമ്പോൾ മേടിക്കാമെന്ന്. ഇപ്പം പുള്ളിയാണ് വിളിച്ചത്, വരുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 മണിയൊക്കെ ആകുമ്പോൾ വരാം. ഓ, ആ ടേസ്റ്റിൻ്റെ ടച്ച് വിട്ടുപോവല്ലേ, കഷ്ടം. എന്നായാലും ഫ്രഷ് മീനാകുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ്. ഞാൻ മംഗലാപുരത്ത് വന്നിട്ട് ഞാനും കൊച്ചും ഫ്രഷ് മീൻ കഴിച്ചില്ല. ഭയങ്കര ആർത്തി. ഇവിടെ കൊണ്ടുവരുന്ന ആ ചേട്ടനില്ലേ, ഇവിടെ താഴെ വരുന്ന നമ്മുടെ ഇക്ക, അത് ഫ്രഷ് മീനാണ് തരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇക്കായോട് മേടിക്കുന്നത്. മറ്റേ ഓൺലൈനല്ല, ഇവിടെ 1 കിലോമീറ്റർ അപ്പുറം ഒരു കടയിൽ അയാൾ കൊണ്ട് ഇവിടെ തരുമല്ലോ, മുടിഞ്ഞ വിലയും ഫ്രഷും അല്ല. നമുക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഈ പുള്ളി നല്ല ഇതുപോലെ നല്ല ഫ്രഷ് മീനാണ് തരുന്നത്. ഈ പുള്ളി എനിക്ക് തോന്നുന്നു കാസർഗോഡ് പോയെങ്ങാണ്ട് എടുത്തോണ്ട് വരുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ ഏതാണ്ട് ഇന്നാളെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അല്ല, ഭയങ്കര ടേസ്റ്റ്. ചൂട് കാരണം ആവി എടുക്കുന്നതുകൊണ്ട് മാലയൊന്നും ഇട്ടിട്ടില്ല, ഒരു മാതിരി ഇരിക്കുന്നല്ലേ. വീട്ടിൽ നിൽക്കുമല്ലേ, എന്നാ കുഴപ്പം. ഇപ്പം മാർക്കറ്റിൽ പോകുമ്പോഴും ഒന്നും ഇടാതെ പോകത്തുള്ളൂ ഈ മാലയൊന്നും. കാരണം എനിക്ക് ഭയങ്കര ആവി. ഫങ്ഷൻസിന് മാത്രമേ ഇടുള്ളൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. എറണാകുളംകാരെന്നാ ഭാഗ്യം ചെയ്താലല്ലേ. കായൽ മീനും കടൽ മീനും ഇതുകൊണ്ട് സ്രാവിനൊരു കിളുകിളാന്ന് പറയുന്ന
ഉണ്ടോ? നടുക്ക് ഇങ്ങനെ കിളുകളാന്ന് പറയുന്ന എല്ലാം ഇത്രയും ചെറുത് കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ പല്ല് വെച്ച് കടിച്ച് നമുക്ക് അത് ഫുള്ള് കഴിക്കാം. കുഞ്ഞു വാലോടെ എടുക്കട്ടെ. ഓ എൻ്റെ പൊന്നോ, ആ ചാറിനൊക്കെ എന്തൊരു ടേസ്റ്റാ. അല്ലെങ്കിൽ ഈ സ്രാവൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാ. കറക്റ്റ് ഉപ്പ്, കറക്റ്റ് പുളി. ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ അനിയത്തി കുടംപുളി മേടിച്ചു തന്നാണേ. സൂപ്പർ പുളിയാണ്, നല്ല നാടൻ പുളി. ഒരു കഷ്ണം ഇടുമ്പോൾ 1 കിലോ മീൻ വെക്കാം. അത്രയ്ക്ക് നല്ല ഉറയാ മീനും. ആ ടേസ്റ്റ്. നല്ല ഫ്രഷ് പുളിശ്ശേരി. ഒന്നും ഇടാതെ കറിവേപ്പില മാത്രമായിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ചൂടാക്കി എടുത്തു. അല്ലെ പിന്നെ പുളിശ്ശേരി കൂട്ടുമ്പോൾ എല്ലാം പെറുക്കി കളയാൻ നിൽക്കും. ഞാൻ പിന്നെ എല്ലാം കൂടെ കുഴച്ച് തട്ടും. കൊച്ചു വഴക്ക് പറയും. സ്രാവ് വെട്ടിയിട്ട് കുളിച്ചില്ല. പോയി കുളിച്ച് റെഡിയായി നിൽക്കട്ടെ. ആരും വരുമ്പോഴത്തേക്ക് ടൗണിൽ പോകാൻ. ടൗണിൽ എന്ന് വെച്ചാൽ മാങ്ങാൻ മേടിക്കാൻ. പ്ലേറ്റൊക്കെ വടിച്ച് കൈയൊക്കെ വടിച്ച് എൻ്റെ അനിയത്തിക്ക് 100 വയസ്സ് വരെ ആയുസ് കിട്ടട്ടെ. അത്രയ്ക്ക് ആ കൊച്ചിനെ അനുഗ്രഹിച്ചാൽ മതിയാത്തില്ല. അതുപോലെ ആരെങ്കിലും ചെയ്യും. ഇത്രയും മീനും ഇറച്ചിയും എല്ലാം മേടിച്ചു വന്നു വിടുന്നേ. 5 പൈസ നമ്മളെ കൊണ്ട് മുടക്കിക്കത്തില്ല. എല്ലാം മേടിച്ച് പാക്ക് ചെയ്ത്. പാവ അതിന് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരെയില്ല. പള്ളി സൺഡേ സ്കൂൾ ടീച്ചറും പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു പിള്ളേരെ. ഇവിടെ വന്നിട്ട് ഇതുപോലെ ആഹാരം കഴിച്ചില്ലെന്ന്. നാട്ടിൽ ചെല്ലുമ്പോഴും പറ്റിയല്ലോ. നാട്ടിൽ ഇങ്ങനെ ഫ്രഷായിട്ട് മീൻ കിട്ടത്തില്ല. എറണാകുളത്ത് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇത്രയും നല്ല മീൻ കിട്ടുന്ന. എൻ്റെ അനിയത്തിക്ക് ഉള്ള ഏറ്റവും വലിയ ഭാഗ്യം നല്ല മീൻ അവൾക്ക് എറണാകുളത്ത് കിട്ടുമെന്നുള്ള. ചെമ്മീനൊക്കെ എപ്പോഴും നല്ല ചെമ്മീനൊക്കെ ധാരാളം കിട്ടും, ഭയങ്കരമായിട്ട്. അവള് എത്ര കിട്ടുമെന്ന് പറഞ്ഞാലും ഇങ്ങനെ കുറേശ്ശെ വീട്ടിൽ വരുന്ന ചേട്ടനോട് കുറേശ്ശെ, ഇതിപ്പോൾ കടയിൽ പോയി ഞാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ പോയി മേടിച്ച് ഫ്രീസറിൽ കയറ്റി അടുക്കി വെച്ചിരുന്ന പൂത്താലി, അയല, ചെമ്മീൻ, സ്രാവ്, പന്നി, പോത്ത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ അന്നാണ് വാങ്ങിച്ച് പെട്ടെന്ന് ഫ്രീസ് ചെയ്യാതെ ഉലർത്തി അരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ അതൊക്കെ പറഞ്ഞ ആദ്യമൊക്കെ തന്നെ മാർക്കറ്റുണ്ട്, കുറച്ച് അങ്ങ് നടന്നു പോയാൽ മതി. അവിടെ നിന്ന് മേടിച്ചത്. മീൻ ഇച്ചിരി കൂടെ മാറി അങ്ങ് പോയി വാങ്ങിച്ചത്. വീട്ടിൽ കൂടെ വരുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ ഇതുപോലത്തെ ഇക്ക പോലെ ആ ചേട്ടൻ്റെ നിന്ന് ഞാൻ മേടിക്കുന്ന പോലെ ഇങ്ങനെ വാരി 1 പിടി 2 പിടിയൊക്കെ വാങ്ങിച്ച് പുള്ളി മെഴുക്കുവരട്ടിക്കകത്തിടും. തേങ്ങ അരച്ച് ചാറ് വെക്കും, റോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ കുറച്ച് കറികൾ വെക്കും. അവിടെ ആ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ചെമ്മീൻ അങ്ങനെ ചാറൊക്കെ വെക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്, കൂട്ടിക്കോളും. ഇവിടെ ആരണം മാത്രമേ ഉള്ളൂ എന്നെ ഉണ്ടെങ്കിലും വറക്കണം. അവിടെ അങ്ങനെയൊന്നുമല്ല, കറിയൊക്കെ ആ പിള്ളേർ കൂട്ടും. നല്ല ടേസ്റ്റും അനിയത്തിയുടെ കറികൾ. എൻ്റെ പൊന്നോ, നമ്മളൊക്കെ ഒന്നുമല്ല. ഞാൻ അങ്ങനെയാണ്. എല്ലാവരും പറയാം എൻ്റെ കറി ടേസ്റ്റാണ്, പക്ഷെ എൻ്റെ അനിയത്തിയുടെ കറിയാണ്. മറ്റേ അനിയത്തിമാർക്കൊക്കെ ഒന്നും വെക്കാൻ കൊള്ളുകയില്ല, ഒന്നും വെക്കാൻ അറിയത്തില്ല, ഒന്നും കാശിന് കൊള്ളത്തില്ല. ഈ കൊച്ച് ഏറ്റവും ഇളയത് ഞങ്ങളുടെ വീട്ടിലെ, പക്ഷെ ഭയങ്കരമായിട്ട് കറി വെക്കാൻ അറിയാം. അപ്പം ശരി, ഞാൻ ഇച്ചിരി കഴിഞ്ഞല്ലേ ഇനി കുളിക്കാൻ പറ്റുള്ളൂ. കഴിച്ചിട്ടുകൊണ്ട് തന്നെ കുളിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി നേരം അവിടെ പോയി ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടെ.
ഓക്കെ, കോലം കെട്ടിരിക്കുക ആർക്കൊന്നും തോന്നല്. വീട്ടിൽ അങ്ങനെയൊക്കെ മതിയെന്നേ അല്ലേ? അല്ല, ആവി എടുത്ത് എൻ്റെ പൊന്നോ, കഴുത്തൊക്കെ വേർത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ കാണാം കേട്ടോ.